ഹലോ ഹായ്. ഇന്നൊരു വെറൈറ്റി റെസിപ്പി നോക്കിയാലോ? ഒരു ചിക്കൻ സാലഡ് അല്ലെങ്കിൽ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ ചിക്കൻ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ ചിക്കനേക്കാൾ ഉപരി ഇവിടെ വെജിറ്റബിൾസ് ആണ് കൂടുതൽ. നമ്മളിവിടെ ക്യാബേജ്, 2 ടൈപ്പ് ഓഫ് ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, പിന്നെ ബ്രോക്കലി, പിന്നെ ഗാർലിക്, പിന്നെ ഓനിയൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ചിക്കൻ എന്ന് വെച്ചാൽ ഒരു ബ്രസ്റ്റ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടത്. അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് ഒരു 3 വിസിൽ, വളരെ കുറച്ചായതുകൊണ്ട് തന്നെ ഞാനൊരു 3 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അത് മൊത്തത്തിൽ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ ഈ പണി ചെയ്യുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു കുപ്പിയാണിത്. അപ്പോൾ ഇതിങ്ങനെ രാവിലെയും വൈകുന്നേരവും ഓരോ കുപ്പി വെള്ളം കുടിക്കും. ഇന്ന് ലൈം വാട്ടർ ആണേ. അപ്പം കുറച്ച് എനർജറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് ടയേർഡായിരുന്നു ഞാൻ ബേസിക്കലി. ഇപ്പം എനിക്ക് വൈകുന്നേരം സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു പണിയാണ് ഈ രാവിലെ ഉണ്ടാക്കിയ എല്ലാ കറികളും ഒന്ന് ചൂടാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതൊന്ന് കഴുകി വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഡിഷ് എന്ന് പറയുന്നത് മീൻ കറിയാണ്. ഭയങ്കര രുചിയാണ് കേട്ടോ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത്. എന്നെ തന്നെ ഞാൻ പൊക്കി പറയല്ല, പിന്നെ എന്നെ പൊക്കി പറയാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ചിക്കനിലോട്ട് കടക്കാം നമുക്ക്. ഒരു പാൻ എടുക്കുക, ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്താ ബട്ടറോ എന്താ ഇട്ട് കൊടുക്കാം. ഹെൽത്തി ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ഗാർലിക്, എന്നിട്ട് ഒനിയൻ, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവട്ടെ, എന്ന് വെച്ചാൽ ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടട്ടെ. നമുക്ക് കുറച്ച് എന്താ പറയുക ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടെടുത്ത് അതിലോട്ട് ക്യാരറ്റ് ഇടുന്നു. അപ്പോൾ വേവാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നത് നമുക്ക് ആദ്യം വേവിച്ച് എന്ന് വെച്ചാൽ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലോട്ട് ക്യാരറ്റ് ഇടുക. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം. എൻ്റെ കയ്യിൽ ബീൻസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടു. അതിനുശേഷം നമുക്ക് ബ്രോക്കലി ഇടാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക ക്യാബേജും ക്യാപ്സിക്കും ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് വഴട്ടിയെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയല്ലേ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്ന് വെച്ചാൽ വേവിക്കല്ല, അത് ആ വെള്ളം ഫുള്ള് വറ്റിയിട്ട് എടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർക്കുക കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ, വേറെ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ചിക്കനും കൂടി ഇട്ട് ചിക്കൻ ഒന്ന് കൈകൊണ്ടാണെങ്കിൽ വളരെ ഉപകാരമായി. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒരുപാട് ചെറുതല്ലാത്ത രീതിയിൽ ഒന്ന് പൊട്ടിച്ചിടുക. അതിനുശേഷം അടച്ചു വെക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് 2-3 തവണ ഇളക്കി കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. നമ്മുടെ ചിക്കൻ സാലഡ്, ഇറ്റ്സ് ലൈക്ക് എ സാലഡ്, റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര ഹെൽത്തി ഓപ്ഷനാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുത്താലും വെജിറ്റബിൾസ് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ബോയിൽ ചെയ്തില്ല, ഞാൻ സോട്ട് ചെയ്തു. അപ്പോൾ അതിൽ വളരെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഹെൽത്തി ഓപ്ഷൻ ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് റോ ആയിട്ട് കഴിച്ചാലും നല്ല രുചിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.